നമസ്കാരം. കർമ്മ ജ്യോതിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇല്ലത്തിൽ വെച്ച് ഇന്നും പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അവിടെ നിങ്ങളുടെ പേരും നാളുകൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പേരും പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും. എന്താണ് കാര്യസാധ്യത ഒന്നുകൂടി കമൻറ്റിൽ ഇട്ടിരിക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ പറ്റിയിട്ട്. നിങ്ങൾ എത്ര പണിയെടുത്താലും നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നില്ല. ആകെ പ്രശ്നങ്ങളാണ്. പ്രധാന പ്രശ്നങ്ങൾ പറയുമ്പോൾ ഒന്ന് വീടിൻ്റെ വാസ്തുവിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ധർമ്മദേവതയെ നിങ്ങൾ നോക്കുന്നുണ്ടാവില്ല, പിതൃക്കൾക്ക് ബലിയിടുന്നുണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. നാഗദോഷം, ബ്രഹ്മരക്ഷസിൻ്റെ ദോഷം, പ്രേതബാധ ദോഷം, അതൊക്കെയാണ് ഇതാണ് കാര്യങ്ങൾ. അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ ഞാൻ പറയുന്ന നിത്യം മന്ത്രങ്ങൾ ജപിക്കുക. ആ മന്ത്രജപത്തോടു കൂടി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വന്നു ചേരും. അതുകൂടെ അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കുന്ന ദോഷങ്ങളെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മഹാ ഉയർച്ചകൾ നിങ്ങൾ വന്നു ചേരും. അതിൽ ഈ 3 ദേവതകളെയാണ് നിങ്ങൾ നിത്യം പ്രാർത്ഥിക്കേണ്ടത്. ഏത് മന്ത്രങ്ങൾ ചൊല്ലുന്നതും നന്നായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഏകാഗ്രതയോട് പ്രാർത്ഥിച്ചാലാണ് ഫലം ലഭിക്കുകയുള്ളൂ. ഒന്ന്, ദേവാദിദേവനായ മഹാദേവൻ്റെ ശിവൻ്റെ ഒരു അവതാരമാണ് സ്വർണ്ണഭൈരവൻ. ആ സ്വർണ്ണഭൈരവനെ നിത്യം ഭജിച്ചാൽ മതി. അതേപോലെ തന്നെ കുബേരൻ, മഹാലക്ഷ്മി 3 പേരും നിത്യം മന്ത്രങ്ങൾ ജപിച്ചാൽ മതി. അതിൽ മഹാലക്ഷ്മിയുടെ കിഴക്കോട്ട് നോക്കിയിട്ടാണ് ജപിക്കേണ്ടത്. മറ്റ് വടക്കോട്ട് നോക്കിയിട്ടാണ് ഭൈരവൻ്റെ കുബേരനെ ജപിക്കേണ്ടത്. 3 പേര് 108 വെച്ചിട്ട് മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടെല്ലാം മാറും. സ്വർണ്ണഭൈരവൻ്റെ മന്ത്രം ചൊല്ലിക്കുന്നതോടുകൂടി വീട്ടിലെല്ലാ ദുഷ്ടശക്തികളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. കുബേരൻ നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുകയും ചെയ്യും. മഹാലക്ഷ്മി നിങ്ങൾക്ക് സമ്പത്ത് നൽകുകയും ചെയ്യും. അതാണ് 3 ദേവത. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സർവ്വം ലഭിക്കും. ആദ്യം നിങ്ങൾ പിതൃക്കൾക്കും അതേപോലെ തന്നെ കുടുംബദേവതകൾക്കൊക്കെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഈ മന്ത്രങ്ങൾക്കൊക്കെ ഫലം ലഭിക്കുകയുള്ളൂ. എന്നിട്ട് സാവധാനം പൈസ വന്നു ചേർന്നാൽ നിങ്ങളുള്ള ദോഷങ്ങളൊക്കെ മാറ്റാൻ, പ്രേതബാധ ദോഷങ്ങളോ വാസ്തുവിൻ്റെയോ മറ്റെന്ത് ദോഷങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് മാറ്റി നൽകുക. അപ്പോൾ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. നന്ദി, നമസ്കാരം.